പ്രിയപ്പെട്ടവരെ, വളരെ ഭീകരമായ ഒരു കാര്യം, അത് നമ്മൾ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളും എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ 1-2-3 വീഡിയോസ് ഇതിൽ ഇടുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാണ്ട് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങ് ദൂരെ ഏതെങ്കിലും സ്റ്റേറ്റിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ തുറയൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിങ്ങത്ത് തങ്കമലയാണത്. ആ തങ്കമല ഓൾറെഡി തുറന്ന് അതിന്റെ മേലൊരു വലിയൊരു ഗർത്തം അല്ലെങ്കിൽ വലിയൊരു കുഴി രൂപപ്പെട്ടിരിക്കുക. അതിൽ നിറച്ച് വെള്ള, ഏത് സമയത്ത് ഉരുൾപൊട്ടലുണ്ടാവും. അവിടെ താമസിക്കുന്ന ആളുകൾ അത്രയും പേടിച്ചുകൊണ്ട് സമാധാനം ഇല്ലാത്ത രീതിയിൽ രാത്രി കിടന്നുറങ്ങുക, എന്ത് സംഭവിക്കുമെന്ന് അറിയാണ്ട്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു പ്രയാസത്തിന് ഉൾക്കൊള്ളൂ എന്നുള്ള രീതിയിലാണ് മലയാളിയുടെ ഒരു സ്വഭാവം. നമ്മൾ കണ്ടല്ലോ വയനാട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എത്ര ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ അവിടെ നടക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവിടെയുള്ള ആളുകൾ രക്ഷപ്പെടൂ. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ പാറ പൊട്ടിച്ചിട്ട് മേലുള്ള ഒരു വലിയ കുഴി, അതിനുശേഷം അവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മലിനജലവും കക്കൂസ് മാലിന്യവും കൂടി ഒഴുക്കിയിട്ട് ആകെപ്പാടെ പ്രശ്നമായിട്ടുള്ളത്. അവിടെ പ്രതികരിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുക, പ്രതിഷേധിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുകയാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇതിനെതിരെ സംസാരിക്കുന്നുള്ളൂ. ആര്? ആ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾ മാത്രം. അവർക്ക് പേടിയുണ്ട്, കാരണം അവരെ സംബന്ധിച്ചോളം എന്ത് ധൈര്യത്തിൽ അവരവിടെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സംവിധാനത്തെ, അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തെ പൂട്ടിക്കെട്ടുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവും അതിന് മുമ്പിലില്ല. അതിനുവേണ്ടി ദയവ് ചെയ്തിട്ട് എല്ലാവരും രംഗത്തിറങ്ങുക. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, മറ്റുള്ള സംഘടനകളായിക്കോട്ടെ, മനുഷ്യന്മാർക്ക് വില കൽപ്പിക്കുന്ന ഏതൊരുത്തരും ഈ തങ്കമല വിഷയത്തിൽ മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രവാസി ലോകത്ത് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ നാട്ടിലല്ല ഉള്ളത്. നമുക്ക് ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ 2 റൈറ്റിംഗ് മെസ്സേജ് ഇട്ടുകൊണ്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നത്. ആ ഒരു അശാസ്ത്രീയമായ കോറി പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങുക.